നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര കമ്മിറ്റി നടത്തുന്ന ചില തീരുമാനങ്ങൾ ഏകപക്ഷീയമാണെന്ന ആരോപണം. നെന്മാറ വല്ലങ്ങി ദേശം ഭാരവാഹികളും ദേശവാസികളുമാണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയത്. ഡിസംബർ 13-ന് നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തുന്നതായി കാണിച്ച ക്ഷേത്രത്തിന് മുന്നിൽ ബോർഡ് സ്ഥാപിക്കുകയും ഭക്തരിൽ നിന്ന് ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങുകയും ചെയ്തതോടെയാണ് ദേശം ഭാരവാഹികളും ദേശവാസികളും കൊച്ചിൻ ദേവസ്വം ബോർഡിന് പരാതിയുമായി രംഗത്ത് വന്നത്. ഈ ബോർഡ് അടിക്കാനും ഇങ്ങനെ ഒരു പൊങ്കാലിന്റെ തീരുമാനം ബോർഡ് പറഞ്ഞിട്ടുണ്ടോ? ശനിയാഴ്ച ദേവസ്വം മന്ത്രിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനുണ്ടായി, ഉണ്ണികൃഷ്ണനൊക്കെ പാലക്കാട് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ചോദിച്ചപ്പോൾ നിങ്ങൾ ഭക്തന്മാരെ അവിടെ നിന്ന് ഒരു മാസ് പെറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിനുള്ള വേണ്ട തീരുമാനം എടുക്കണം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ആ സർക്കുലർ ഞങ്ങൾക്ക് കാണിച്ചു. ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ചെറുപ്പം ആൾക്കാരെ നിൽക്കുമ്പോൾ ആലിനെ എന്തിനാ ആരംഭിക്കുന്ന തന്ത്രി? ഇത്രയും കാലം ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാ കഴിഞ്ഞ പോലെ തന്ത്രി ചെയ്തത്? അതൊക്കെ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ഇവിടെ ചെയ്തത്? അതുപോലെ ക്ഷേത്രത്തിലെ കൊടിമരം ഒടിഞ്ഞു വീണതിന് പിന്നാലെ നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ഭഗവതിക്ക് പൊങ്കാല സമർപ്പണം നടത്തുന്നത് ദോഷമാണെന്ന് തെളിഞ്ഞിരുന്നുവെന്നും അത് ചെവിക്കൊള്ളാതെയാണ് പൊങ്കാല സമർപ്പണം നടത്തുന്നതെന്നുമാണ് ദേശം ഭാരവാഹികളും ദേശവാസികളും ആരോപിക്കുന്നത്. ഈ നാട്ടിലെ വല്ലങ്ങി ദേശവും നെന്മാറ ദേശവും ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരെ കൊണ്ട് പണം പിടിച്ചിട്ടാണ് ₹100 ദേവസ്വം ബോർഡിൽ നിന്ന് ചിലവാക്കാനാണ് ഇത്രയും മകരീയമായ ഒരു അമ്പലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സമയത്ത് ഞങ്ങൾ ഒരു പ്രശ്നം വയ്ക്കാൻ പറഞ്ഞെങ്കിൽ ആരാ ഈ കാരണഭൂതായത്? ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാ? ഈ പ്രശ്നമുള്ള ആൾക്കാരെ തന്ത്രി വിളിക്കാൻ പോയത്, ഈ പ്രശ്നമുള്ള ആൾ തന്നെയാണ് പണിക്കർ ജോത്സ്യനെ വിളിക്കാൻ പോയത്. ക്ഷേത്രത്തിൽ ദേവീപ്രീതിക്കായി വേലമഹോത്സവം മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നുവെന്നും ഇത് പരിഗണിച്ചില്ലെന്നും ദേശം ഭാരവാഹികൾ പറയുന്നു. റോഡ് കൂടി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ദേവപ്രശ്നത്തിന്റെ വിധി പ്രകാരം ഇത് ധ്വജാതിയായിട്ട് പടഹാദിയാണ് എന്നുള്ളത് പറഞ്ഞാണ്. ഈ കൊടിമരവേ ഇല്ലാത്തവരെ എങ്ങനെയാണ് എന്ത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ജീവനെ മുഴുവൻ ഭഗവതിയുടെ വിഗ്രഹത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എങ്ങനെ ഈ ആറാട്ട് നടത്തുന്നത്? എങ്ങനെയാണ് ഈ പൊങ്കാല എന്നുള്ള സമ്പ്രദായം എവിടെ വന്നത്? ക്ഷേത്രത്തിലെ ദോഷപരിഹാരത്തിനായി 9-അംഗ കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ അതുണ്ടായില്ലെന്നും ആരോപണമുണ്ട്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നാണ് ദേശക്കാരുടെ പക്ഷം. ദേവസ്വം ബോർഡ് അധികൃതർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ദേശക്കാർ പരാതി നൽകി. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് അധികൃതർ പ്രതികരിച്ചു. ഭക്തജനങ്ങൾക്കും ക്ഷേത്ര ജീവനക്കാർക്കും ഉതകുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഇദ്ദേഹത്തിന് അവിടെ ചെന്ന് പ്രസന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു രേഖ പറഞ്ഞത് മനസ്സിലാക്കി. ഇന്നലെ 10 മണിക്ക് ഞങ്ങൾ 10 മണിക്ക് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാലോ ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളത്. അദ്ദേഹം ഇവിടെ ഞങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ തീരുമാനിച്ചിട്ട് വേണ്ടേ വരാൻ. UTV ന്യൂസ്, പാലക്കാട്.